60 വർഷം രണ്ട് പാർട്ടികൾ മാറി മാറി ഭരിച്ച തമിഴ്നാട്ടിൽ വെറും 2 വർഷം കൊണ്ട് വിജയ് ഇത്ര വലിയ വിജയം സ്വന്തമാക്കിയത് എങ്ങനെ അറിയാമോ? എല്ലാ സെലിബ്രിറ്റീസിനും പോലെ വിജയ്ക്കും ഒരു ഫാൻ ബേസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫാൻ ബേസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിജയുടെ ഫാൻസ് അസോസിയേഷൻസിന് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും ഒരു ട്രസ്റ്റ് പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് 25 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓരോ ഫാൻസ് അസോസിയേഷൻ ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ട്രഷറർ, അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഓരോ ഫാൻസ് അസോസിയേഷൻ ഉള്ളത്. ഇതുപോലെ 25 മെമ്പേഴ്സ് ഉള്ള 85,000 ഫാൻസ് അസോസിയേഷൻ വിജയ്ക്ക് തമിഴ്നാട്ടിലുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞത് 2 മില്യൺ ആൾക്കാർ വിജയുടെ ഈ ഫാൻസ് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ 85,000 ഫാൻസ് അസോസിയേഷൻസ് ഓരോ മാസവും ഓരോ ആക്ടിവിറ്റി നടത്തിയിരിക്കണം. അത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ആവാം, അല്ല സർവീസ് ആക്ടിവിറ്റീസ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എല്ലാ മാസവും നടത്തിയിരിക്കണം. ഇതാണ് അവരുടെ റൂൾ. അതുകൊണ്ട് തന്നെ വിജയ് TVK എന്ന പാർട്ടി ഫോം ചെയ്തപ്പോൾ ആദ്യം ചെയ്തത് ഈ ഫാൻ ബേസുകളെല്ലാം ഓരോ ഡിസ്ട്രിക്ട് ബൂത്തുകളാക്കി മാറ്റി. അതായത് ഫാൻസ് അസോസിയേഷനിലെ പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റായി മാറി. അതുപോലെ തന്നെ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയി മാറി. അത് മാത്രമല്ല, ഓരോ ഫാൻ മെമ്പേഴ്സും അവിടുത്തെ ഓരോ ഡെലിഗേറ്റ് ആയി, അതായത് ഓരോ മെമ്പേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഓരോ മാസം നടത്തിക്കൊണ്ടിരുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളുള്ള സർവീസ് ആക്ടിവിറ്റീസ് എല്ലാം നിർത്തിയിട്ട് അവർ പാർട്ടി റാലികളും അതുപോലെ പാർട്ടിയെ വളർത്താനുള്ള ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്തു. ഈ 2 മില്യൺ വരുന്ന ഫാൻ ബേസ് അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷൻ കൂടാതെ വിജയ്ക്ക് ബാക്കി 2 പാർട്ടിക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ടോട്ടൽ വോട്ടേഴ്സിൽ 31% യൂത്ത് ആണ്. അതായത് യങ് ആയിട്ടുള്ള 30 വയസ്സ് താഴെയുള്ള ആളുകളാണ് തമിഴ്നാട്ടിലെ വോട്ടേഴ്സിൽ 31%. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് 2025 കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്ത് ഇലക്ഷനിലെ 116 സീറ്റ് വിജയ്ക്ക് കിട്ടാനുള്ള കാരണം. ഈ രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ DMK ആയിക്കോട്ടെ ADMK ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും മാറി മാറി ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും അധികം ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിൽ ആരാണ് കൊടുക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രകടന പത്രികയാണ് എപ്പോഴും അവർ ഇലക്ഷന് മുമ്പ് പ്രചരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന എവിടുന്നാണോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിജയ് ഈ പ്രാവശ്യം ബാക്കി 2 പാർട്ടി കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് കൊടുക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കുന്ന ഓരോ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്കും 8 ഗ്രാം സ്വർണ്ണം, 60 വയസ്സിൽ താഴെയുള്ള ലേഡീസിനെല്ലാം 2500 രൂപ വെച്ചിട്ട് ഓരോ മാസവും, ഓരോ പാവപ്പെട്ട വീട്ടിലേക്കും 6 ഗ്യാസ് സിലിണ്ടർ ഓരോ വർഷം ഫ്രീ, കുട്ടികളുള്ള പാവപ്പെട്ട വീടുകളിലേക്ക് ഓരോ വർഷവും 15,000 രൂപ, അങ്ങനെ വലിയൊരു ലിസ്റ്റ് ബാക്കിയുള്ള പാർട്ടിയെ പോലെ തന്നെ വിജയും സമർപ്പിച്ചു. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് പ്രശാന്ത് കിഷോറും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം വിജയുടെ ഇലക്ഷൻ റാലിയിൽ 41 പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. സാധാരണ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ചെളിവാരി അറിയും അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒന്നും നടക്കാത്ത പോലെ ബിഹേവ് ചെയ്യും. പക്ഷേ വിജയ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, വിജയ് ഈ ഇൻസിഡന്റിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി വിജയ് ഏറ്റെടുത്തു. അത് ലൈവിൽ വന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ ഈ മരണപ്പെട്ട വീടുകളിൽ പോയി അവർക്ക് വേണ്ട സഹായങ്ങളും വിജയ് ചെയ്തു. അങ്ങനെ ആ ഒരു ഇൻസിഡന്റ് വിജയ്ക്ക് നെഗറ്റീവിനെക്കാട്ടും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ആണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത്. പിന്നെ ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ, വിജയ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാ തുറക്കില്ല. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് അടിച്ചാലോ ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയാലോ അതിനൊന്നും വിജയ് ഒരു റിപ്ലൈ കൊടുക്കില്ല. വിജയുടെ പാർട്ടിയുടെ വിജയം വിജയുടെ മാത്രം ആവശ്യമായിരുന്നു. പൊളിറ്റിക്കലി യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത വിജയുടെ ഭരണം പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ വരാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യും.